ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സേമിയ മിക്സാണ്. അങ്ങനെ 2 പാക്കറ്റ് പാലാണ് നമ്മൾ പൊട്ടിച്ച് വീഴ്ത്തിയിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ സേമിയ പായസ മിക്സാണ്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. പാലങ്ങനെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിൻ്റെ മിക്സ് പൊട്ടിച്ച് അതിലോട്ട് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കത് അതിലോട്ട് തട്ടിക്കൊടുക്കാം. ഓണമൊക്കെ വരെയില്ലേ, നമ്മൾ പായസത്തിൻ്റെ മിക്സ് വാങ്ങുന്നതായിരിക്കും നമുക്ക് എത്തിക്കൂടെ എളുപ്പം. അതേപോലെ തന്നെ പാലടയുടെ ആയാലും പരിപ്പ് പായസത്തിൻ്റെ ആയാലും നമുക്കിപ്പോൾ മിക്സ് എല്ലാ കടകളിലും അവൈലബിളാണ്. ഇതൊരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മളെ പായസം റെഡിയാവും. ഇത് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന പായസമാണ്. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഈ മിക്സ് ഒന്ന് അതിൽ തട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേനും നമ്മളുടെ പായസം ഇവിടെ റെഡിയാവും. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ പുറത്തൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ സെർവ് ചെയ്യാം.